Hi guys, welcome back to another video. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റുകൾക്ക് റീച്ച് കൂട്ടാനും അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ലൈക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്ന കിടിലനായിട്ടുള്ള ട്രിക്കാണ് ഇന്നത്തെ ഒരു വീഡിയോ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിൽ ഒരുപാട് ഹാഷ്ടാഗുകൾ അവൈലബിൾ ആണ്. അതിൽ നിന്ന് തന്നെ നമ്മൾ എന്തുമായി ബന്ധപ്പെട്ട ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ഹാഷ്ടാഗുകൾ തിരഞ്ഞെടുത്തിട്ട് അതിൻ്റെ ഓരോന്നിനും എത്രത്തോളം റീച്ച് കിട്ടുമെന്ന് നമുക്ക് ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടുന്ന പോസ്റ്റുകൾക്ക് ഏതാണ്ട് എത്ര റീച്ച് കിട്ടുന്ന കറക്റ്റ് ആയിട്ടുള്ള കണക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന ഹാഷ്ടാഗുകൾ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ കിട്ടിയിട്ട് ലൈക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിനുവേണ്ടി നമുക്ക് ആ ഒരു വെബ്സൈറ്റിന് ആവശ്യമാണ്. വെബ്സൈറ്റിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എന്തായാലും കൂടുതലായി പറഞ്ഞ സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യം തന്നെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു വെബ്സൈറ്റിലോട്ട് വരിക. ഇത് അടിപൊളി വെബ്സൈറ്റ് ആണ്, അടിപൊളിയായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇതിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ആദ്യം ഇവിടെ ഒരു 3 ബട്ടൺ കാണാൻ സാധിക്കും, 3 ഡോട്ട് ബട്ടൺ. അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ അനലൈസ് എന്ന് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഇവിടെ അടിച്ചു കൊടുക്കാനുണ്ടാവും. ഇമെയിൽ ഐ ഡി അടിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതിന്റെ അനലൈസ് കിട്ടുകയുള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ടിക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഇമെയിലോട്ട് ഒരു മെയിൽ വരുന്നത്, ഒരു കോഡ് മെയിൽ വരുന്നതാണ്. ആ കോഡ് നിങ്ങളുടെ മെയിലിൽ ചെന്നിട്ട് അവിടെ നിന്ന് കോപ്പി ചെയ്തിട്ട് ഇവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ ഇമെയിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഓപ്പൺ ആക്കുക. ഇമെയിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞ ശേഷം അതിൽ വന്നിട്ടുള്ള മെയിൽ ഒന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, എടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെയിലായിരിക്കും. ഇവിടെ ഈ സെക്യൂരിറ്റി കോഡ് എന്ന് പറയുന്ന ഈ കോഡ് ജസ്റ്റ് ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ഒന്ന് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്താൽ മാത്രം മതി. അതിനുശേഷം ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്തതിനു ശേഷം ഈ ലോഗ് ബട്ടണിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഇതിൽ സൈൻ ഇൻ ആവുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മെയിൽ വെരിഫൈ ചെയ്യണമെന്ന് പറയാൻ കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ മെയിൽ വെരിഫൈ ചെയ്താലേ ഓരോ ഹാഷ്ടാഗിൻ്റെ റീച്ചും അനലൈസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എന്തായാലും മെയിൽ വെരിഫൈ ചെയ്യണം. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ അടുത്തായിട്ട് നിങ്ങൾ എന്തുമായി ബന്ധപ്പെട്ട ഫോട്ടോയാണോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്യുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഫോട്ടോ, ഒരു പൂവിൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നാച്ചുറൽ എന്ന് എന്തെങ്കിലും സെർച്ച് ചെയ്യുക. നിങ്ങളുടെ ഫോട്ടോസ് ഫാഷനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഫാഷൻ സെർച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് നാച്ചുറാണ് ഞാനിപ്പോൾ സെർച്ച് ചെയ്തിട്ട്. അപ്പോൾ ഇതേപോലെ ഒരുപാട് ഹാഷ്ടാഗുകൾ വരുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് നല്ലത് തോന്നുന്നെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യാവുന്നതാണ്, 30ന്റെ മേലെ സെലക്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം വേണം നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെ എത്ര റീച്ച് കിട്ടുമെന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് 30 എന്തെങ്കിലും ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഈ സെലക്ട് ചെയ്ത് തന്നെ നിങ്ങൾ വെക്കണമെന്നില്ല. ഈ സെലക്ട് ചെയ്യുന്നതിൻ്റെ റീച്ച് ആയിരിക്കും നമുക്ക് അറിയാൻ സാധിക്കുക. ഇനി റീച്ച് കുറവാണെങ്കിൽ നിങ്ങൾക്ക് അത് അൺസെലക്ട് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. നിങ്ങൾ എന്തുമായി ബന്ധപ്പെട്ട ഫോട്ടോയാണ് ഇടുന്നത് അതുമായി ബന്ധപ്പെട്ട് തന്നെ സെർച്ച് ചെയ്യണം. നിങ്ങൾ ഫാഷൻ ആണെങ്കിൽ ഫാഷൻ, സെൽഫി ആണെങ്കിൽ സെൽഫി, നാച്ചർ ആണെങ്കിൽ നാച്ചർ, അങ്ങനെ കറക്റ്റായിട്ട് തന്നെ സെർച്ച് ചെയ്യണം, മാറി സെർച്ച് ചെയ്യാൻ പാടില്ല. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ടു അനലൈസ് എന്ന് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾ സെലക്ട് ചെയ്ത ഹാഷ്ടാഗുകളുടെ കറക്റ്റ് റീച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. എത്ര പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എത്ര ലൈക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പോസ്റ്റുള്ളതിനാകെ 445 ലൈക്ക് അതിൽ നിന്ന് വന്നിട്ടുള്ളൂ. പക്ഷേ കുറച്ച് പോസ്റ്റുള്ളതിന് ഇവിടെ 3151 ലൈക്കോളം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വേറെ ഒന്നിന് 21,000-ഓളം ലൈക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള റീച്ച് നിങ്ങൾക്ക് ഇവിടെ ഈ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് റീച്ചും അറിയാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ കമന്റും ഉണ്ട്. എല്ലാം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഒരു ഒറ്റ രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയൊരു പേപ്പറായിട്ട് എടുത്തതിന് ശേഷം ഒന്ന് ഇതേപോലെ എഴുതി വെക്കുക. നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടിയ ഹാഷ്ടാഗുകൾ എന്ത് ചെയ്യുക, എഴുതി വെക്കുക. അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. പക്ഷേ കോപ്പി പേസ്റ്റ് ചെയ്യുന്ന അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാ ഹാഷ്ടാഗിലും നമ്മുടെ ഫോട്ടോസ് വന്നോളുന്നില്ല. അപ്പോൾ ഞാനിവിടെ തൽക്കാലം കാണിച്ചതിന് വേണ്ടി കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും റീച്ച് കൂടി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ഹാഷ്ടാഗ് മാത്രം ഇത് സെലക്ട് ചെയ്താൽ മതി. ഇനി അതല്ലാതെ വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. പിന്നീട് പുതിയൊരു പോസ്റ്റിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ ജസ്റ്റ് ഇതിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാപ്ഷൻ എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ ക്യാപ്ഷൻ എഴുതി കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന ഹാഷ്ടാഗ് മാത്രം അതിന് സെലക്ട് ചെയ്താൽ മതി. ഇനി കോപ്പി പേസ്റ്റ് ചെയ്യണം ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം കോപ്പി പേസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാത്തിലും നമ്മുടെ ഹാഷ്ടാഗ് വന്നോളുന്നില്ല, എല്ലാ ഹാഷ്ടാഗിലും നമ്മുടെ പോസ്റ്റ് വന്നോളുന്നില്ല. അപ്പോൾ നിങ്ങളൊരു പേപ്പറിൽ എഴുതിയെടുത്താലും മതി. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്തിട്ടാലും മതി. ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത് വേണം നിങ്ങൾ സെലക്ട് ചെയ്തിടാൻ. ഇതിപ്പോൾ എൻ്റെ അക്കൗണ്ട് അല്ല, അത് വേറെ ഒരാളുടെ അക്കൗണ്ടാണ്. അപ്പോൾ ഞാൻ ഇതിലാണ് ജസ്റ്റ് ഇവിടെ വേറെ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ആ ഒരു പോസ്റ്റ് ഇവിടെ ലോഡായി കഴിഞ്ഞിട്ടുണ്ട്. ലോഡായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജസ്റ്റ് ലൈക്ക് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതൊരു ഫോളോവേഴ്സ് കുറവുള്ള ഒരു അക്കൗണ്ടാണ്. എന്തായാലും ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് വന്നിട്ടുണ്ട്. ഈ ലൈക്ക് ഇട്ടിട്ടുള്ള ആൾ ചിലപ്പോൾ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ ജസ്റ്റ് എന്തായാലും അയാളുടെ പ്രൊഫൈൽ ഒന്ന് എടുത്ത് നോക്കാം. നമ്മൾ ഫോളോ ചെയ്ത ആളാണോ ആ ലൈക്ക് ഇട്ടതെന്ന് അറിയണം. അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഞാൻ അയാളുടെ പ്രൊഫൈൽ ഒന്ന് എടുത്ത് നോക്കുകയാണ്. ഈ ലൈക്കിൻ്റെ എണ്ണത്തിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ലൈക്ക് ഇട്ട ആൾ ഞാൻ ഫോളോ പോലും ചെയ്തിട്ടില്ല, എന്നിട്ട് അയാൾ എന്നെ ലൈക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് നല്ല റീച്ച് തന്നെ ഈ ഹാഷ്ടാഗുകൾ ഉപയോഗിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയാൽ എന്ത് ചെയ്യുക, ഹാഷ്ടാഗുകൾ അതിന് സെലക്ട് ചെയ്യുക. അതേപോലെ ഏത് കാറ്റഗറിയാണോ ആ കാറ്റഗറി തന്നെ വേണം സെലക്ട് ചെയ്യാൻ. ഇത്രയാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പുതുതായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് കൂടുന്നുണ്ടാകുന്ന ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് കുറച്ചൊക്കെ കൂടി, അതുകൊണ്ടാണ് ഞാനിത് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ എന്താ മറ്റൊരു പുതിയ വീഡിയോ കാണുമ്പോൾ പ്രതീക്ഷയോട് കൂടി മീ മുഹമ്മദ് സൈനിങ് ഔട്ട്.